വീണ്ടും നമുക്ക് ഒന്നിച്ച് ചില മാസങ്ങൾക്ക് ശേഷം കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ പ്രൈസ് ദി ലോർഡ് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ബൈബിൾ ക്ലാസ്സുകളുടെ ബന്ധത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസം കർത്താനദാസൻ ഹോസ്റ്റ് ബ്രദർ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴതുപോലെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ ക്ലാസ്സിന് സ്നാനത്തെ പറ്റിയുള്ളതായ ചില കാര്യങ്ങൾ പറയണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരുന്ന തീരുമാനത്തിലാണ് ഇന്നിങ്ങനെ ഇപ്രകാരം ക്രമീകരണത്തിലായിരിക്കുന്നത്. നമ്മൾ മാനുഷികമായ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അഡ്വൈസായിട്ട് പറഞ്ഞാലൊന്നും അതങ്ങോട്ട് ഏക്കത്തില്ല. അതേസമയം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടച്ച് വന്നു കഴിഞ്ഞാൽ അതിന് മാറ്റങ്ങൾ സംഭവിപ്പാൻ തക്കോണം ഇടയായിട്ട് ഇന്ന് രാത്രികാലം നമ്മളെല്ലാവരും ഒന്ന് അങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവ് എന്നെ തൊടണമെന്ന്. പരിശുദ്ധാത്മാവ് തൊട്ടെങ്കിൽ മാത്രമേ ഈ പറയുന്നതൊക്കെ ക്ലിയറായിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ വിസ്ഡം കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി പ്രത്യേകം പരിശുദ്ധാത്മാവ് നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടു ഗീവ് ദ ഗുഡ് വിസ്ഡം ടു റിവീൽ ദ മിത്ത് ഓഫ് ദ ബൈബിൾ വേഴ്സ്. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിടക്കുന്നതായ ആ മർമ്മങ്ങളുടെ അത് വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഹെൽപ്പ് നമുക്ക് അങ്ങനെ എല്ലാവരും അപ്പോൾ എഴുതേണ്ടതൊക്കെ എഴുതിയെടുത്തോണം. നിങ്ങൾ എന്തിനാണ് സ്നാനപ്പെടുന്നത്? വൈ യു ഷുഡ് ബാപ്റ്റൈസ്? വൈ നിങ്ങൾ തോന്നി അങ്ങനെ എന്തിനാണ് സ്നാനപ്പെടുന്നത്? എന്തോ ആവശ്യം? ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ കുറ്റവാളിയല്ല, ഞാൻ മറ്റൊന്നുമില്ല, എൻ്റെ കയ്യിൽ യാതൊരു ദോഷവും ഇല്ല, ഞാനൊരു നല്ല ഗുഡ് ബോയിയാണ്. വൈ ഐ ഷുഡ് ബാപ്റ്റൈസ് അല്ലേ? ഇപ്പോൾ ബാപ്റ്റിസം എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ പല പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിലും അതിന് മുമ്പായിട്ട് ഒരു വേറൊരു ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഇറ്റ് ഈസ് കോൾഡ് ബോൺ അഗെയിൻ, വീണ്ടും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഹെഡ്ലൈൻ എത്തിയോ? ബോൺ അഗെയിൻ. വൈ വി ഷുഡ് ബോൺ അഗെയിൻ? ബോൺ അഗെയിനെ പറ്റിയുള്ളതായ വീണ്ടും ജനനത്തെ പറ്റിയുള്ളതായ ഒരു യഥാർത്ഥമായ ഒരു ഭാഗം കർത്താവായ യേശു ക്രിസ്തു തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ളതായ 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദമായിട്ട് എന്താണ് ബോൺ അഗെയിൻ എന്നവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ യഥാർത്ഥമായിട്ട് നിങ്ങൾ എന്തിനാണ് ബാപ്റ്റൈസ് ചെയ്യുന്നതെന്ന് ഒരു നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഒന്ന് കയറണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്തായിത്തീരണം? ഒരു ബോൺ അഗെയിനായിത്തീരണം. ആ ബോൺ അഗെയിനായുള്ളതായ ആ കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണം, ഗോഡ് ഹാസ് ഗിവൺ സം സർട്ടൻ ടൈം ടു ലീവ് ഇൻ ദ വേൾഡ് ഇല്ലേ? നമുക്ക് ദൈവം എന്ത് തന്നിട്ടുണ്ട്? ഒരു ചില സമയം തന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് അവർ ഡിസിഷൻ. ബിക്കോസ് ദൈവം നമുക്കൊരു ഇത് തന്നു. എന്താണെന്നറിയാം? യു ഗോ ആൻഡ് ഡു ബൈ യുവർ ഓൺ വിൽ. നിനക്ക് നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് മനുഷ്യർക്ക് തന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. യു ക്യാൻ ഗോ ബൈ യുവർ ഓൺ വിൽ, യു ക്യാൻ ലീവ് ബൈ യുവർ ഓൺ വിൽ, വെദർ യു റിജക്റ്റ് ഓർ റിസീവ്. ദിസ് ഈസ് ദ തിങ്. ഇവിടെ യഥാർത്ഥമായിട്ട് നമ്മൾ കാണുന്ന ഒരുപാട് പേര്, കള്ളന്മാർ ഒരുപാട് പേരുണ്ട്. ദേ ഡിഡ് നോട്ട് ബോൺ ആസ് എ തീഫ്. അവർ കള്ളനായിട്ടല്ല ജനിച്ചത്. വളർന്ന എൻവയോൺമെൻറ്റ്, വളർന്ന സാഹചര്യം, ദേ ബിക്കേം എ തീഫ്. സോ ഹിയർ വി ഹാവ് ടു സീ ദാറ്റ് വെദർ വി ഷുഡ് റിസീവ് ഓർ റിജക്ട് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ റിസീവ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ ആരുടെയാ? നിങ്ങളുടെയാ. ഇപ്പം നിങ്ങൾ ഒരു പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും മകനും മകളുമായിട്ട് നിങ്ങൾ ജനിച്ചത് കൊണ്ട് യു ഹാവ് ദ റൈറ്റ് ടു റിസീവ് ഓർ യു ആർ ഫോഴ്സ് ടു റിസീവ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. വേണ്ടി അങ്ങനെ പറയാം, യു ആർ ഫോഴ്സ് ടു റിസീവ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കാരണം കുഞ്ഞിലെ തൊട്ട് നിങ്ങൾ വരുന്നു, ഈ കുഞ്ഞ് വളർന്ന പോലെ നിങ്ങൾ വളർന്നു, വേദവസ്തു എടുക്കുന്നു, പഠിക്കുന്നു. ഇറ്റ്സ് എ ഡെയിലി റൊട്ടീൻ ടു ലീവ് വിത്ത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ തിങ് ഈസ് ഹൗ വി ലീവ്, എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ്. ഹൗ വി ലീവ്. ആദ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടേതായ ചോയ്സ് പ്രകാരം, നമ്മുടേതായ മനുഷ്യൻ്റെ ആ ചോയ്സ് പ്രകാരം ജീവിക്കാനുള്ള ദ വിൽ അതോറിറ്റി കർത്താവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഗോഡ് ഹാസ് ഗിവൺ ദ ഫുൾ അതോറിറ്റി. യു ക്യാൻ ഗോ, യു ക്യാൻ ചൂസ് യുവർ ഓൺ. അപ്പോൾ വാട്ട് ഈസ് ബോൺ അഗെയിൻ? ബോൺ അഗെയിൻ ഇപ്പം ചിന്തിക്കുമ്പം അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചിന്തിക്കും, വി ബിലീവ് ദാറ്റ് we think that we are all going church. Every day we are reading Bible, we are praying, we are going to the Sunday school and attending in the Sunday school, do the things, what are the things, the religious things we are doing, everything we are doing. This is born again. Is it born again? നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ബോൺ അഗെയിൻ ആണ്, നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം. ഞാൻ സൺഡേ സ്കൂളിൽ പോകുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ വാട്ട് ഈസ് ബോൺ അഗെയിൻ? ദ റിയൽ ബോൺ അഗെയിൻ മീൻസ്
we should have the personal encounter with the Lord Jesus Christ. എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ദ ലോർഡ് ജീസസ്, വിത്ത് ദ ഗോഡ്. അപ്പോൾ യഥാർത്ഥമായ ബോൺ അഗെയിൻ എന്ന് പറയുന്നത് വി ഷുഡ് ഹാവ് ദ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ദ ലോർഡ്. എന്താ എൻകൗണ്ടറിനുള്ള ആ വേക്കിൽ നിങ്ങൾ മലയാളം നിങ്ങൾ ആ ഡിക്ഷണറി പോയി നോക്കിക്കഴിഞ്ഞാൽ 15 പര മീനിങ് ഉണ്ട് അതിനകത്തിൽ. സമാഗമം, കൂടിക്കാഴ്ച, ഇടപെടുക, കൂട്ടിമുട്ടുക. ദർ ആർ സോ മെനി മീനിങ്സ് ഓഫ് ദ എൻകൗണ്ടർ. അപ്പോൾ സമാഗമം എന്ന് പറഞ്ഞാൽ സമമായി ആഗമിക്കുക. എവരി ഡേ when you should have the when the meaning of the encounter means you should have the combine with the Lord. You have with the companion with the Lord. എന്തായിരിക്കണം? ദൈവവുമായിട്ടൊരു കമ്പാനിയൻ ഉണ്ടായിരിക്കണം, ഒരു കമ്പാരിഷൻ ഉണ്ടായിരിക്കണം, ഒരു ഇടപെടൽ ഉണ്ടായിരിക്കണം. അത് പേഴ്സണൽ ആയിരിക്കണം. നോട്ട് ബൈ ഫോഴ്സ് ഓഫ് യുവർ മദർ ഓർ ഫാദർ, നോട്ട് ദ ഫോഴ്സ് ഓഫ് യുവർ ചർച്ച് പാസ്റ്റർ, നോട്ട് ദ ഫോഴ്സ് ഓഫ് യുവർ സൺഡേ സ്കൂൾ ടീച്ചർ. നോ, യു ഷുഡ് ഹാവ് യുവർ ഓൺ ഡിസിഷൻ ടു ഹാവ് എ എൻകൗണ്ടർ വിത്ത് അവർ ലോഡ്. നമുക്ക് നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കണം. ഞാൻ എൻ്റെ ദൈവവുമായിട്ട് എൻകൗണ്ടർ നടത്തും. എപ്പോഴും ഒരു എൻകൗണ്ടർ. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, നിങ്ങൾ വലുതായി, നിങ്ങൾ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ, നിങ്ങൾ വലുതായി കഴിയുമ്പോൾ എല്ലാം ഈ എൻകൗണ്ടബിലിറ്റിയാണ് നിങ്ങളെ ആ ദൈവവുമായിട്ട് അടുപ്പിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ബോൺ അഗെയിൻ. സോ വാട്ട് ഈസ് ബോൺ അഗെയിൻ? ഒന്ന് മുറുക്കെ പറഞ്ഞേ. പേഴ്സണൽ അക്കൗണ്ട് വിത്ത് യെസ്, ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം. അതെങ്ങനെയാണെന്നറിയാമോ? ലെറ്റ് us read Genesis 3:8. 3 ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. മതി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ഇംഗ്ലീഷ് ഒന്ന് വായിച്ച മതി. ദ ഗാർഡൻ, ദ മാൻ ആൻഡ് ദ വൈഫ്. അല്ല മോനെ, അതിന്റെ മേളത്തെ വാക്യം വായിച്ചു. Sound of the Lord God as he was walking in the garden in the cool of the day. In the cool of the day. In the മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് വെയിലാറിയപ്പോൾ. ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഇൻ ദ കൂൾ ഓഫ് ദ ഡേ. അത് ഹീബ്രു ടെക്സ്റ്റ് നിങ്ങൾ പോയി ടെക്സ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? ദ സ്പിരിറ്റ് ഓഫ് ദ റൂഹ്. റൂഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ്. റൂഹ്, ദ സ്പിരിറ്റ് ഓഫ് ദ റൂഹ് ഓർ ദ ബ്രീസിംഗ് വിൻഡ് ഓഫ് ദ റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലാറിയെന്ന് മലയാളത്തിൽ എഴുതിയപ്പോൾ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയിരിക്കുന്നത്? ദ കൂൾ ഓഫ് ദ ഡേ. കൂൾ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ആ സൺലൈറ്റ് എല്ലാം പോയി. ഇപ്രാവശ്യം അങ്കിൾ നാട്ടിൽ പോയി. എൻ്റെ പൊന്നെ എന്തോ 40 ഡിഗ്രി ചൂടിൽ സകല പരിപാടികളും. പണ്ട് ഞങ്ങൾ വന്ന കാലത്ത് സൗദി അറേബ്യയിലുള്ളതിനേക്കാളും കഷ്ടം. അവിടെ സൗദി അറേബ്യ കയറാൻ പറ്റുമല്ലോ, അവിടെ നാട്ടിൽ എന്തോ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി നമുക്കൊരു ബ്രീസ് വരുമ്പോൾ എന്തുണ്ടാവും? ഒരു സന്തോഷം, ഒരു കുളിർമ, ഒരു ആനന്ദം. ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ ഞാൻ കുറച്ച് നേരം വെളിയിൽ പോയി, മഴ പെയ്തൊന്നും കണ്ടില്ലെങ്കിലും മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് നേരം വെളിയിൽ പോയി നിന്നു. അങ്ങ് വെളിയിൽ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടുകാർ ബഹളം അങ്ങോട്ട് ഞാൻ പിന്നെ ഭാഗത്ത് തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് ആ ബ്രീസ് ഒന്ന് അനുഭവിക്കാൻ അല്ലേ? ആ ഒരു എന്തോ പറഞ്ഞ കോൾഡ് ബ്രീസ് അല്ലേ? ഇൻ ദ ഡേ ഓഫ് ഇൻ ദ കൂൾ ഓഫ് ദ ഡേ. അത് നോക്കണം, അത് വളരെ മീനിങ് അതിനകത്തില്. അപ്പം ദൈവം വരുന്നത് എപ്പോഴാണ്? ഇൻ ദ കൂൾ ഓഫ് ദ ഡേയില്. എവിടെയാണ് വരുന്നത്? ഏതെങ്കിലും തോട്ടത്തിൽ വരിക. എന്താ ചെയ്യുന്ന അവര്? അപ്പോൾ അവര് ഗാർഡനിൽ അവർ ഒന്നിച്ച് അപ്പോൾ അവിടെ ഹീബ്രു ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ റൂഹ്. ഹോളി സ്പിരിറ്റിന്റെ വിൻഡ് അടിക്കുന്ന കർത്താവ് ദൈവം വരുമ്പോൾ അവരെന്താണ്? ഹോളി സ്പിരിറ്റിന്റെ വിൻഡ് അടിച്ച ആ ഒരു സന്തോഷത്തിലായിരുന്നു ആദമും ഹവ്വയും. എവിടെയായിരുന്നു അവര്? ഇറ്റ് വാസ് എ ഗുഡ് ബ്രീസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ റൂഹ്, പരിശുദ്ധാത്മാവ്. റൂഹ എന്നുള്ളതായ സിറിയയ്ക്ക് വേണ്ടിലും എബ്രായ ലേഖനം റൂഹ് എന്ന് പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ റൂഹ്. അതായത് യഥാർത്ഥമായിട്ട് കൂൾ ഓഫ് ദ ഡേ എന്നുള്ള മീനിങ് ഹീബ്രു ടെക്സ്റ്റിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒരു ഗുഡ് ഫീലിംഗ്, ഒരു ഗുഡ് ഇമോഷൻ, ഒരു ഗുഡ് എൻവയോൺമെന്റ്. അപ്പോൾ എന്തുകൊണ്ട്? ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ എന്തുണ്ടായിട്ടെന്നറിയാമോ? എല്ലാത്തിനും ഒരു മാറ്റം വരും. There will be some change in our life when the spirit comes in our heart. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തുണ്ടായിത്തീരും? പ്രൈസ് ദി ലോർഡ്. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ആ അറ്റ്മോസ്ഫിയറിലായിരുന്നു ആര്? ആദമും ഹവ്വയും. അതായത് കാരണം ദൈവവുമായിട്ടുള്ള സാന്നിധ്യം അതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ലൊരു ദ പ്രസൻസ് ഓഫ് ദ ഗോഡ് ഓൾമൈറ്റി, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു എൻവയോൺമെൻറ്റിലായിരുന്നു അന്ന് അവർ ജീവിച്ചിരുന്നത്. അപ്പം ഇവിടെ പാപമില്ലാത്ത ആദമും
പാപമില്ലാതിരുന്ന ഹവ്വയും സർവശക്തനായ ദൈവവുമായിട്ട് എൻകൗണ്ടർ ചെയ്യുക, സമാഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലെ തമ്പുരാൻ, വിശുദ്ധിയുള്ള ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും, ഭൂമിയിലുള്ള ആദമും ഹവ്വയും ഒന്നിച്ച് അവരൊന്നിച്ച് അത് ചേർന്നിരിക്കുന്ന ഒരു ലൈഫ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ലൈഫിനാണ് മാറ്റങ്ങൾ സംഭവിച്ചത്. അതിന് നമ്മൾ എന്ത് പറയുന്നു? പാപം എന്ന് പറയുന്നു, അല്ലേ? അതിന് നമ്മൾ സിൻ എന്ന് പറയുന്നു. എന്താണ് സിന്ന്? നമുക്കെല്ലാം അറിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഡിസൊബീഡിയൻസ്, അനുസരണക്കേടായിരുന്നു നമുക്ക് പാപം എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? എന്താണ് പാപം? ഡിസൊബീഡിയൻസ്. ഇനി നമ്മൾ ഈ പാപത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്, ജസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ടോ മോനെ? എഴുതണം. ഓക്കെ. ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് there are 3 parts. എന്തൊക്കെയാ? ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞേ. മുറുക്കെ പറ. കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടോ? അല്ലേ? അപ്പോൾ ഒന്ന് പറഞ്ഞേ. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. അപ്പം ബോഡി, ഈ സ്പിരിറ്റും സോളും നിൽക്കാൻ വേണ്ടി ദൈവം സ്ട്രക്ചർ ചെയ്ത ഈ ബോഡി, അതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ എന്തുണ്ടായെന്നറിയാമോ? എന്താ ഈ പാപത്തിൻ്റെ ആരംഭം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഡിസൊബീഡിയൻസ് ആണ് വരുന്നത്. അവിടെ എന്താ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്? അവർ പാപം ചെയ്ത് കഴിഞ്ഞോണ്ടേ അവരുടെ ദേഹത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. അവരുടെ ദേഹത്തിൽ എന്തുണ്ടായി? ചേഞ്ച് ഇൻ ദെയർ ബോഡി. എന്താ ചേഞ്ച് ഉണ്ടായത്? എങ്ങനെ ചേഞ്ച് ഉണ്ടായത്? വചനത്തിലൂടെ പറയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. ഒറ്റ വാക്ക്. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. Then the eyes of the both of them were opened. Then the eyes of the both of them were opened. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. കണ്ണ് എവിടെ ഇരിക്കുന്നത്? ശരീരത്തിൽ, ഇല്ലേ? അപ്പോൾ എന്തുണ്ടായിരുന്നു? ബോഡിയിൽ മാറ്റം സംഭവിച്ചു. ശരീരത്തിൽ എന്തുണ്ടായി? മാറ്റം ഉണ്ടായി. എന്താ മാറ്റം ഉണ്ടായത്? അവർ കണ്ണ് തുറന്നു. അവിടെ കണ്ണ് തുറന്നു കഴിഞ്ഞോണ്ട് എന്തായെന്നറിയാമോ? എന്താ വായിച്ചാൽ? അവർ നഗ്നരെന്ന്. ഇംഗ്ലീഷ് എടുക്കണം. ഇംഗ്ലീഷ് വരുമ്പോൾ വരും എടുക്കുമല്ലേ. The eyes of both of them were opened and they realized they were naked. അപ്പോൾ എന്തുണ്ടായി? പാപം ജീവിതത്തിൽ വന്നപ്പോൾ, ഡിസൊബീഡിയൻസ് ജീവിതത്തിൽ വന്നപ്പോൾ അവരുടെ എന്തുണ്ടായി തീർന്നു? കണ്ണ് തുറന്നു. അതിനു മുമ്പ് അവർ കണ്ണ് തുറന്നില്ലായിരുന്നു. തുറന്നിട്ടുണ്ടായിരുന്നു. ദൈവമായിട്ട് വരുമ്പോൾ കണ്ണില്ലാതാണോ നടന്നത്? അവർ കണ്ണുണ്ടായിരുന്നു. പക്ഷേ എന്തുണ്ടായിരുന്നു? അവരുടെ ആത്മീയ കണ്ണുമായിട്ടായിരുന്നു അവർ ദൈവവുമായിട്ട് സംഗമിച്ചിരുന്നത്. when they were before doing the sin, പാപം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ആത്മീയ കണ്ണുകൾ, നഗ്ന കണ്ണുകൾ, the naked eyes was open. അവരുടെ കണ്ണ് ഓപ്പൺ ആയിരുന്നു. പക്ഷേ അവർക്ക് എന്തുണ്ടായിത്തീർന്നു? അതിൻ്റെ ആ തെളിവെങ്കിൽ പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നോക്കണമേ, ഇപ്പോൾ അവരെന്ത് പാപം ചെയ്തപ്പോൾ അവരുടെ ബോഡിയിൽ മാറ്റം വരാൻ തുടങ്ങി. ബോഡിയിലേക്ക് പാപം എൻ്ററായി തുടങ്ങി. അവരുടെ കണ്ണ് തുറന്നു. when they realized that, when they opened the eyes, they realized that they were naked. പക്ഷെ അവർ ആക്ച്വലി അതിനു മുമ്പ് നേക്കഡ് ആയിരുന്നു. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 2:25. ജെനസിസ് 2:25. ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല. കണ്ടോ? അപ്പോൾ അവർ നേക്കഡ് ആയിരുന്നു. പക്ഷേ അന്ന് അവർക്ക് ദൈവമുള്ളപ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ദ റൂഹ്, പരിശുദ്ധാത്മാവിൻ്റെ ആവരണം, അവരുടെ ആ തേജസ്സിൻ്റെ വസ്ത്രം അവർ ധരിച്ചിരിക്കുന്നതുകൊണ്ട് they didn't realize that we are naked. ആക്ച്വലി അവർക്ക് അങ്ങനെ നേക്കഡ് ആയിരുന്നു അവർക്ക് തോന്നിയില്ല. പക്ഷെ പാപം അവരുടെ ഉള്ളിൽ ശരീരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി തീർന്നു? അവരുടെ കണ്ണ് തുറന്നപ്പോൾ അവർ നഗ്നരായെന്ന് അവർ തോന്നുവാനിടയായി തീർന്നു. അപ്പോൾ പാപത്തിൽ ആദ്യം സംഭവിക്കുന്നത് ഈ ബോഡിയിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാകും, ശരീരത്തിൻ്റെ മേൽ. നിങ്ങൾ സ്നാനപ്പെടുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പലരുടെയും ധാരണ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ജീവിതത്തിന് മരണത്തിലേക്ക് കടക്കുന്ന നിമിഷം വരെയും നമ്മുടെ ബോഡിയിൽ എന്തുകൊണ്ട് നമ്മൾ അറിയാതെ പല പാപങ്ങൾ നമ്മൾ കടന്നു വരും. അത് അപ്പോഴ് സംഗതി ഞാൻ പറയാം. അതിന് നമ്മൾ ദിവസം എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പടിപടിയായിട്ട് നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡിയിൽ എന്തുണ്ട്? ബോഡിയിൽ എപ്പോഴും ഒരു പാപത്തിൻ്റെ നേച്ചറുണ്ട് നമ്മുടെ.
ആ ബോഡിയിലെ പാപത്തിൻ്റെ നേച്ചർ ഇത് അവർ ഇത് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ ആ തേജസ്സുള്ള ശരീരം അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെന്തായിത്തീർന്നു? അവർ നഗ്നരെന്ന് കാണുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടണമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവർക്ക് പേരായി. നോക്കിയാട്ടെ, ഈ എന്തിനാണെങ്കിൽ ഈ വാക്യം വായിപ്പിച്ചെന്നറിയാമോ? ഈ പാപം ചെയ്യുന്നതിന് മുൻപ്, അതായത് ഏതെനിൽ പാപം സംഭവം നടക്കുന്നതിന് മുൻപായിട്ട് അവിടെ എല്ലാം സിംഹം ഉണ്ടായിരുന്നു, പുലി ഉണ്ടായിരുന്നു, പട്ടി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഭയപ്പെടുന്ന എല്ലാ ക്രൂവൽ ആനിമൽസ് വേർ ദെയർ, സ്നേക്സ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പാപമില്ലാതിരുന്നുകൊണ്ട് എന്തായിട്ടെന്നറിയാമോ? അവരെല്ലാം മനുഷ്യൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാലും ഈ ക്രൂവൽ ആനിമൽസിന് ദർ വാസ് നോ ക്രൂവാലിറ്റി ടു ബൈറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള മെൻറ്റാലിറ്റി ഇല്ലായിരുന്നു. കാരണം അവർ പാപം ഇല്ലാത്തതുകൊണ്ട് എന്തായിരുന്നു അവിടെ ഏതെനിൽ? അവിടെ റൂഹായുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രസൻസും ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ എന്തായിത്തീർന്നു? ഇതൊന്നും മനുഷ്യനെ ഉപദ്രവിക്കത്തില്ലായിരുന്നു. അപ്പം ഇവന് എപ്പോഴാണ് മനുഷ്യൻ ഇപ്പം നമ്മൾ വഴിയെ പോകുന്ന ഈ പട്ടികളൊക്കെ പണ്ട് കൊണ്ടാണ്. ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ നടന്ന് 3 കിലോമീറ്റർ വരെ 3-5 കിലോമീറ്ററൊക്കെ നടന്നാണ് പോകുന്നത് സ്കൂളിൽ. അന്നും പട്ടികളുണ്ട്. അന്നും ഞങ്ങളുടെ പട്ടികളൊന്നും ഞങ്ങൾ ഇതുവരെ കടിച്ചിട്ടില്ല. ഇന്ന് ചുമ്മാ നടന്ന പട്ടി കടിക്കുക. എന്താ കാരണം എന്നറിയാമോ? ഈ ഏതെനിലുണ്ടായിരുന്ന പട്ടിയുടെ വംശമാണ് ഇപ്പോഴും ഉള്ളത്. അന്നുണ്ടായിരുന്ന പട്ടികൾ. പക്ഷെ അന്ന് എന്തില്ലായിരുന്നു? പാപമില്ലായിരുന്നു. ഈ പാപമില്ലാഞ്ഞുകൊണ്ട് എന്തുണ്ടായിത്തീർന്നു? മൃഗങ്ങളെല്ലാം മനുഷ്യരുമായിട്ട് ഇടപഴകി മനുഷ്യന് അതല്ലയോ നോഹ വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും വന്ന് അനുസരിച്ചാൽ കയറുക. പാപം ഉള്ളിടത്തായിരുന്നു നോഹയുടെ പവറായിരുന്നു. അത് പാപം ഉള്ളപ്പോഴാണ് കയറിയത്. പക്ഷേ പാവമില്ലാതിരുന്നപ്പോൾ എന്തുണ്ടായിത്തീർന്നു? ഇതെല്ലാം ഒന്നിച്ച് ജീവിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. അത് ആ വാക്യം 20-ാമത്തെ വാക്യം ഇവിടെ വായിച്ചാണ്. മനുഷ്യരെല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ തുണ കണ്ടുകിട്ടി. കാട്ടുമൃഗങ്ങൾ, കാട്ടുജീവികൾ എല്ലാത്തിനും ദൈവം പേരിടാൻ വേണ്ടി പേരിടുന്നത് എങ്ങനെയാ? നമ്മൾ എങ്ങനെയാണ് പേരിടുന്നത്? എൻ്റെ ഭാവനയെ ഞാൻ പറയാം. അങ്ങനെ നടന്നിട്ടില്ല ഒരു വർഷങ്ങൾ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ പറയും, ആന ഇതുവഴി പോയപ്പോൾ ആനയെ അടുത്ത് വിളിച്ച് ആനയെ തടവി ആന പറയാം, ഓക്കെ നീ നിനക്ക് ആനയെന്ന് പേരിടട്ടെ. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ലവിൻ്റെ അഫെക്ഷൻ അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ സിംഹം വരുന്നുണ്ട് ആദം ചെയ്തിട്ട് ഞാൻ അങ്ങ് വേദവസ്തു ഇല്ല കേട്ടോ, നിങ്ങൾ എൻ്റെ ഭാവനയാണ് കേട്ടോ, സൊല്ലിയ ഭാവനയാണ്. അപ്പോൾ സിംഹം വരുന്നുണ്ട്, സിംഹത്തിനടുക്കൾ ഓടിച്ചെന്ന് സിംഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് സിംഹമേ നീ നല്ലതാണ്, നിനക്ക് സിംഹം ഒന്ന് പേരിടട്ടെ എന്നൊക്കെ പറഞ്ഞായിരിക്കാം ഒരു പക്ഷെങ്കിൽ ആദവും ഹവ്വയും കൂടെ ചേർന്ന് ഹവ്വയോട് അഭിപ്രായം ചോദിച്ചു കാണും. നിശ്ചയമായിട്ട് ചോദിച്ചു കാണും. കാരണം സിംഹം പോകുന്നതിന് എന്തോ പേരിടുന്നപ്പോൾ ഹവ്വ പറഞ്ഞാണ് സിംഹം ഒന്ന് പേരിടാൻ പറഞ്ഞു കാണും. മനസ്സിലായോ? അപ്പോൾ എന്തോ ഇത് ആ എൻവറോൺമെൻറ്റ് എങ്ങനത്തെ എൻവറോൺമെൻ്റ് ആയിരുന്നു? ഒരു ക്രൂവാലിറ്റി ഇല്ലാത്ത എൻവയറമെൻ്റ് ആയിരുന്നു. നോ സിൻഫുൾ എൻവയറമെൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴെന്തുണ്ടായി? സിൻ അതിക്രമിച്ചു പോയപ്പോൾ വീട്ടിൽ വളർത്തുന്ന പട്ടി പോലും മനുഷ്യനെ കടിക്കാനിടയായി തീർന്നു. കണ്ടോ വ്യത്യാസം? കണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഓരോ കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ചിന്തിച്ചോണം. ക്രൂവാലിറ്റി ഓഫ് ദ ഹ്യൂമൻ, മനുഷ്യൻ്റെ സിൻ ഓഫ് ദ ഹ്യൂമൻ, മനുഷ്യൻ്റെ പാപങ്ങൾ. കേരളം ഒരുപാട് പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ട് പോവാം. സങ്കടം വരും കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാത്തവർ പ്രാർത്ഥിച്ചോണം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, ഞാൻ ആ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ എന്തുണ്ടായി തീർന്നു? നമ്മൾ വീട്ടിൽ വളർത്തുന്ന വീട്ടുമൃഗങ്ങൾ പോലും എഗൻസ്റ്റായിട്ട് തീരുവാൻ കാരണമായി തീർന്നറിയാമോ? ദ ഹ്യൂമൻ്റെ പാപത്തിൻ്റെ വലിപ്പം അത്രമാത്രം വലുതായി തീർന്നു. അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഏതെല്ലാം സ്റ്റോറി പറഞ്ഞു തന്നത്, ഏതെല്ലാം എങ്ങനെയായിരുന്നു പറയാൻ വേണ്ടിയാണ്. അപ്പോൾ നോക്കിയാട്ടെ, ഇങ്ങനെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഒന്ന് അവിടെ പാപത്തിൻ്റെ പരിഹാരകമായിട്ട് ആദ്യം ബോഡിയിലാണ് സംഭവിച്ചത്. ബോഡിയിലുള്ളതായ മനുഷ്യൻ്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ നഗ്നനാന്ന് കാണുവാൻ തക്കവണ്ണം നന്മ തിന്മ തിരിച്ചറിയുവാനിടയായി തീർന്നു. ദ ഡൂയിങ് ഗോഡ് ആൻഡ് ഈവിൾ. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു നന്മ തിന്മ അറിയുന്ന വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾ തിന്നരുത്. സാത്താൻ പറഞ്ഞു നിങ്ങൾ തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഐഡിയ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരിത് ചെയ്യുവാനിടയായി തീർന്നു. ഇപ്പോൾ മോൻ, നമ്മുടെ കൊച്ചുമോൻ ഇവിടെ ഓടിക്കളിച്ച് അവന് നന്മയെന്തോ തിന്മയെന്തോ എന്നറിയത്തില്ല. അവനിപ്പം പട്ടി വന്നാലും പുലി വന്നാലും അവനെ ഓടിപ്പോയി പിടിക്കും, പാമ്പിനെ പിടിക്കും. കാരണം കുഞ്ഞിനെ അറിയത്തില്ല. ഇതേ മെൻറ്റാലിറ്റി ആയിരുന്നു ആദമിനും ഹവ്വയ്ക്കും.
അപ്പം നമ്മൾ വിചാരിക്കും എപ്പോഴും മനുഷ്യനപ്പം ദൈവത്തിൻ്റെ ആ ഒരു സ്ലേവായിട്ട് കഴിയണമെന്നായിരുന്നു ദൈവം ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അങ്ങനെ ആൻസർ എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് ഈ നന്മ തിന്മകൾ മനുഷ്യൻ അറിയാതിരുന്നാൽ നല്ലതായിരുന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷേ ഇങ്ങനെ മനുഷ്യൻ പോകുന്നതൊക്കെ ദൈവത്തിനാണ്. ദൈവം സർവ്വജ്ഞാനിയാണ്, ഒമിനിയൻ പവറാണ്, ദൈവത്തിനറിയാം. പക്ഷെ ഇപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടെ എന്തായിരുന്നു, കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ദേഹിയിൽ പാപം കടന്നു വരുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അപ്പം പിന്നെ അവർ ചെയ്തത് എന്താണെന്നറിയാമോ? അവർ പിന്നെ മനുഷ്യൻ ചെയ്ത സംഭവം എന്താണെന്നറിയാമോ? കണ്ണ് തുറന്നു. They realized that they were naked. They are naked. അവർ റിയലൈസ് ചെയ്തു ഞങ്ങൾ പിന്നെ നഗ്നരായെന്ന് കാണുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ അടുത്ത പരിപാടി എന്താ ചെയ്തെന്നറിയാമോ? അവർ ചെയ്ത പരിപാടി പിന്നെ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരെ അടുത്ത പരിപാടി പിന്നെ വായിച്ചേ. അപ്പൊ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? സെൽഫ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെന്റാലിറ്റി കടന്നു വന്നു. സെൽഫ് ഡിഫെൻഡ് ചെയ്യുക. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ആ ദൈവത്തിന്റെ പാപത്തിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ മനുഷ്യന്റെ ഉള്ളിൽ വന്ന ചിന്തയാണ് ആദ്യമായിട്ട് ദൈവം മനുഷ്യൻ കണ്ടുപിടിച്ചതാ പിന്നെ തയ്യൽക്കട അറിയാമോ? തയ്യൽക്കട സൂചി നൂലും വെച്ചിട്ടാണ് തയ്ക്കുന്നത്. എന്താ അവർ ചെയ്തത്? അത്തിയില വെച്ചിട്ട് അവര് ഇലയുണ്ടാക്കി അവർ ധരിച്ചു. അപ്പൊ നോക്കിയാട്ടെ, ശരീരത്തിന് മേൽ പാപം വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിനകത്ത് പാപത്തിന്റെ ഇൻഫ്ലുവൻസ് വരാനിടയായി തീർന്നു. ഹാർട്ടിനകത്ത് വന്ന് എവിടുന്നായി തുടങ്ങിയത്? അവരുടെ ഉള്ളിലെ ചിന്തയിൽ നിന്നാണ് അവർക്ക് ഈ ഭാവന കടന്നു വന്നത്. അവർക്ക് എവിടുന്നായി ഐഡിയ വന്നത്? ഈ പാപത്തിൽ നിന്നുരുവായ ഐഡിയകളാണ്. അവരെന്തായി തീർന്നു? സെൽഫ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇടയായി തീർന്നു. അപ്പോൾ പാപത്തിന്റെ ഒന്നാമത്തെ കോൺസിക്വൻസ് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ സെൽഫ് ഡിഫെൻഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സിമ്പിളായിട്ട് പറയാം മക്കളെ, നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അതിന് സെൽഫ് ഡിഫെൻഡ് ചെയ്യല്ലേ. സെൽഫ് ഡിഫെൻഡ് ചെയ്താൽ അതിൻ്റെ സ്പിരിറ്റ് ഏതാണെന്നറിയാമോ? ഈ സ്പിരിറ്റാണ്. ഏത് സ്പിരിറ്റ്? പാമ്പിൻ്റെ സ്പിരിറ്റ്. ഏതെനിൽ ആദമിനെയും ഹവ്വയെയും കൊണ്ടുപോയ സ്പിരിറ്റ്. അപ്പം ആ സെൽഫ് ഡിഫെൻസ് ആദ്യമായിട്ട് ലോകത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആദമും ഹവ്വയുമാണ്. എങ്ങനെയാണ് അവർ സെൽഫ് ഡിഫെൻഡ് ചെയ്തത്? അവർ നഗ്നരാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് അവർ അവർ സെൽഫ് ഡിഫെൻഡ് ചെയ്ത് അവർ ഒരു വസ്ത്രം ഉണ്ടാക്കുവാനിടയായി തീർന്നു. അപ്പോൾ സിന്നിൻ്റെ ഒന്നാമത്തെ ബോഡിയിലെ ഒന്നാമത്തെ പാപം എന്താണെന്നറിയാമോ നമുക്ക്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവർ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ നഗ്നരായെന്ന് കണ്ടു. നഗ്നരായി കണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ റെമഡി കണ്ടുപിടിക്കുക. പിന്നെ അടുത്ത പരിപാടി, തെറ്റ് ചെയ്താൽ കുഞ്ഞുങ്ങളോട് പറയാം, തെറ്റ് ചെയ്താൽ ഡോണ്ട് ഫൈൻഡ് എ റെമഡി ടു ക്ലോസ് ദ മിസ്റ്റേക്ക്. അത് ഓപ്പൺ ചെയ്ത് അത് പറയേണ്ടവരോട് പറഞ്ഞ് അത് ഡിസ്ക്ലോസ് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അതിനെ കവർ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല ഡിഫൻഡിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. മിസ്റ്റേക്ക് വിൽ ഹാപ്പൻ. എപ്പോഴും മിസ്റ്റേക്ക് സംഭവിക്കാം. മിസ്റ്റേക്ക് നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ പാർട്ട് ഓഫ് അവർ ലൈഫാണ്. പക്ഷേ വെൻ ദ മിസ്റ്റേക്ക് കംസ് ഇൻ അവർ ലൈഫ് ഷുഡ് നോട്ട് ബി കവർ വിത്ത് അവർ ഓൺ ഐഡിയ, യുവർ ഓൺ ഐഡിയ. എന്ത് ചെയ്യണം? ഡാഡി എടുക്കുമെന്ന് പറയണം. മമ്മി എനിക്ക് ഇവിടെ സംഭവിച്ചു. അന്നേരം ചില ചൂടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 2 അടി കിട്ടി, സാരമില്ല, അതോടെ ആ പ്രശ്നം തരും. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടാവും? ആ സബ്ജക്റ്റ് നിങ്ങൾ റിലീസായി. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ആ സബ്ജക്റ്റ് നിങ്ങളായിട്ടോണ്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ കളയും, നിങ്ങളുടെ പഠിത്തം മുഴുവൻ കളയും, നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെൻഡൻസി ഇല്ലാതായി തീരും. നിങ്ങളെ എല്ലാ തരത്തിലും അങ്ങ് വല്ലാതാക്കി കളയുന്ന ഒരവസ്ഥ വരും. എങ്ങനെ വരുമ്പോഴാണ്? മിസ്റ്റേക്കിലൂടെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, സെൽഫ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ. അപ്പോൾ എന്തുണ്ടാകില്ല? സെൽഫ് ഡിഫെൻസ് ഒരിക്കലും ഉണ്ടാകില്ല. മനസ്സിലാകുന്നുണ്ടോ മോളെ? മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് മനസ്സിലായോ അങ്കിൾ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓടി വന്ന് ആരോട് പറയണം? അപ്പനോടും മമ്മിയോടും പപ്പയോടും വന്ന് പറയണം, പപ്പ ഇങ്ങനെ സംഭവിച്ചു പോയി. അന്നേരം ഒരു അടിയൊക്കെ ഇട്ട് സാരമില്ല, അതോട് തീരും. ഇല്ലെങ്കിൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ അതിനെ ഇത് ആ എൻവറോൺമെൻറ്റ് ഈ സൈത്താൻ്റെ എൻവറോൺമെൻറ്റ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. അതാ പൗലോസ് അപ്പോസ്തലന് പറയുന്ന ഒരു വാക്കുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിനോട് ചേർന്ന് നമ്മൾ വായിച്ച വാക്യം 3:7 നമ്മൾ വായിച്ച അപ്പോൾ കണ്ണു തുറന്നു. 1 തിമോത്തി 2:14 ഒന്ന് വായിച്ചു. അവിടെ 1 തിമോത്തിയോസ് 2:14. പിന്നെ ആദാമല്ല സ്ത്രീ അത്ര വഞ്ചിക്കപ്പെട്ടു ലംഘനത്തിൽ അകപ്പെട്ടത്. ആദാമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകത്തപ്പെട്ടു. നോക്കിയാട്ടെ. ആൻഡ് ആദം വാസ് നോട്ട് ദ വൺ ഡിസീവ്ഡ്, ഇറ്റ് വാസ് ദ വുമൺ ഹു വാസ് ഡിസീവ്ഡ് ആൻഡ് ബിക്കേം എ സിന്നർ. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായെന്നറിയാമോ? ഇവർ ഡിസീവ്ഡ് എന്നുള്ളതായ വഞ്ചന എന്നുള്ളതായ ഒരു പദം ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ജീവിതത്തിൽ കടന്നു. എന്ത് വെച്ചിരുന്നു? വഞ്ചന, ഡിസീവ്നെസ്.
വഞ്ചന, വഞ്ചിക്കപ്പെടുക. Man sin, so when men will condemn to painful labor. അവരെന്തായി തീർന്നു? മനുഷ്യൻ പാപം ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കേഴ്സായ കഠിനാധ്വാനം കടന്നു വരുവാനിടയായി തീർന്നു. എന്തായി തീർന്നു? എന്തുകൊണ്ടാണ് കഠിനാധ്വാനം കടന്നു വന്നത്? അതെ, പെയിൻഫുൾ ലേബർ. വേറെ നീ കഷ്ടപ്പെട്ട് നീ ജീവിക്കും. The woman sin when women were condemned to pain the child bearing. അതെ, അവരുടെ സ്ത്രീകൾക്ക് അതെ നീ കുഞ്ഞുങ്ങളെ എങ്ങനെയാ വേദനയോടെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ബിക്കോസ് ഓഫ് ദ സിൻ. എവിടെ സംഭവിച്ചു? ബോഡിയിൽ. അപ്പോൾ ആദ്യത്തെ സിൻ സംഭവിച്ചത് എവിടെയാ? ബോഡിയിൽ. ഇനിയും ഈ കണ്ണ് തുറന്നതുകൊണ്ട് രണ്ടാമത് നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ എന്തുവാ? ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഇനിയും സോളിൽ എന്താ സംഭവിച്ചത്? സോളിലും ഈ കണ്ണ് തുറക്കാനിടയായി തീർന്നു. സോളിൻ്റെയും, സോൾ എന്ന് വെച്ചാൽ പ്രാണൻ, അതിലെ കണ്ണ് തുറന്നപ്പോൾ എന്താണെന്ന് അറിയാമോ? ദേ ലോസ്റ്റ് ദ റൈച്ചസ്നെസ് ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ നീതി മനുഷ്യൻ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നീതി അതാ സോളിൽ എഴുതിക്കോ. സോളിൽ when the eyes opened for the in the soul, they lost the righteousness of the God. ദൈവത്തിൻ്റെ നീതി അവർക്ക് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ നീതി അവർക്ക് നഷ്ടപ്പെടാനിടയായി തീർന്നു. They lost the righteousness of the God. ദൈവത്തിൻ്റെ നീതി. ഈ ദൈവത്തിൻ്റെ നീതി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മനുഷ്യൻ എന്താ ചെയ്യാൻ തുടങ്ങിയെന്ന് അറിയാമോ? പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? സെൽഫ് ജസ്റ്റിഫിക്കേഷൻ കണ്ടുപിടിച്ചു. സ്വയം നീതീകരണം. എന്താ സ്വയം നീതീകരണം? നിങ്ങൾ നോക്കുന്നുണ്ട്, തമ്പിച്ചാൻ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, എനിക്കറിയത്തില്ല, കുഴപ്പമില്ല എന്ന് തോന്നുന്നില്ലേ? എന്താ? സെൽഫ് ജസ്റ്റിഫിക്കേഷനാണ്. അപ്പോൾ എന്താ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ദേഹിയിൽ വരാൻ, പ്രാണന് വരാൻ പറ്റും കാരണമായി തീർന്നത്? ബിക്കോസ് ഓഫ് ദ സിൻ, the soul, the eyes of the soul were opened, then they lost the righteousness of the God. അവർ ദൈവത്തിൻ്റെ നീതി അവർക്ക് നഷ്ടപ്പെടാനിടയായി തീർന്നു. പിന്നെ അവരെന്താ അറിയാമോ? പിന്നെ നമുക്ക് വരുന്ന മെന്റാലിറ്റിയാണ്, ഞാൻ പെർഫെക്റ്റ്, ബാക്കി എല്ലാവരും മോശം. എങ്ങനെ തീരും? ഐ ആം ദ വൺ ഓൺലി പെർഫെക്റ്റ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആള്, ബാക്കിയുള്ള ലോകത്തിൽ ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും മോശക്കാരാണ്. എല്ലാവരുടെയും ഡ്രൈവ് മോശമാണ്. ഞാൻ പെർഫെക്റ്റാണ്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം മോശമാണ്. അങ്ങനെ ആൾക്കാരെ കാണാൻ പറ്റില്ല. എന്നെ പോലെ പെർഫെക്റ്റ് ആരും ഇല്ലെന്ന് പറയുന്നവരെ കാണാൻ വയ്യായി. ഇതെവിടെ നിന്ന് വന്നറിയാമോ? ഈ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഉള്ളതായ പാപത്തിൻ്റെ ശക്തിയാണ് ആ ദേഹിയിൽ അത് സംഭവിച്ചിരിക്കുന്നത്. എവിടെയാണ് സംഭവിക്കുന്നത്? പ്രാണനിൽ. നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ ആ കാര്യത്തിൽ ഞാൻ ആ പുള്ളി ഭയങ്കര പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മളപ്പോൾ ആ പുള്ളി ഈ പുള്ളിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം ഇവിടെ ആദമും ഹവ്വയും അത് തന്നെയാണ് ചെയ്തത്. അവരെന്തായി തീർന്നു? വൺസ് ദേ ലോസ്റ്റ് ദ റൈച്ചസ്നെസ് ഓഫ് ദ ഗോഡ്, ദേ ഫൈൻഡ് എ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ടു പ്രിവെന്റ് ബൈ ദംസെൽഫ്. അവരെ നിൽക്കുവാൻ തക്കവണ്ണം അവർ സ്വയം നീതീകരണം ഇടയായി തീർന്നു. വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. ജെനസിസ് 3:12. മനുഷ്യൻ എന്നോടുകൂടെ ഇരിക്കുവാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു. മതി, ഒന്ന് നോക്കിയാട്ടെ. എവിടെയാ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ വന്നത്? കണ്ടോ? നല്ല കർത്താവാ ദൈവം വന്ന് ഇവരുമായിട്ടെല്ലാം നല്ല രീതിയിലെല്ലാം നിന്ന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവിടെ നല്ല രീതി പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് ചോദിക്കുക, ആദമിനോട് ചോദിച്ചു, ആദം നീ തിന്നു? അപ്പം പുള്ളി അല്ലെങ്കിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ദൈവമേ തിന്നുപോയി, എന്നോട് ക്ഷമിക്കണേ എന്നൊരു വാക്ക് പറഞ്ഞതിന് പുള്ളി എന്താണെന്നറിയാമോ? ഈ ബിക്കോസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ ഈവിൾ. കാരണം ഇത് എവിടെ നിന്നാണ് വന്നത്? പാമ്പിൽ നിന്നാണ് വന്നത്. ഈ സിൻ എവിടെ നിന്നാണ് വന്നത്? ദ സ്പിരിറ്റ് ഓഫ് ദ ഡെവിൾ, ദ സ്പിരിറ്റ് ഓഫ് ദ ഡൊമിൻ, ആ സ്പിരിറ്റ് ഓഫ് ദ ആ ശക്തി എന്നാണ് വരുന്നത്. അപ്പം ദേഹിയിലേക്ക് അത് എൻ്റർ ചെയ്യാനിടയായി. ദേഹിയിലെ കണ്ണ് തുറന്നപ്പോൾ അത് ദേഹിയിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ മെൻറ്റാലിറ്റി മാറാൻ തുടങ്ങി. ദ ചേഞ്ച് ദെയർ മെൻറ്റാലിറ്റി. അപ്പം മെൻറ്റാലിറ്റി മാറുന്നത് എപ്പോഴാണ്? പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ശക്തി കൂടുമ്പോഴാണ് നമ്മുടെ മെൻറ്റാലിറ്റി മാറുന്നത്. പിന്നെ നമുക്കൊന്ന് പ്രാർത്ഥനയ്ക്ക് പോകണ്ട, സൺഡേ സ്കൂളിൽ പോകണ്ട, സാരമില്ല, ഈ ആഴ്ച പോയില്ല, ഇനി അടുത്ത ആഴ്ച പോയി, പിന്നെ പോവുകയേ വേണ്ട. അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്ന ഈ മെൻറ്റാലിറ്റി മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഈ പവർ കൂടുമ്പോഴാണ്. നമ്മൾ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ചെയ്യും. അങ്കിൾ എന്നോട് അങ്ങനെ പറഞ്ഞു, അങ്കിൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സൺഡേ സ്കൂളിലെ ടീച്ചർ എന്നോട് ഇങ്ങനെ. നിങ്ങളാരും പറയുന്നതല്ല കേട്ടോ, നമ്മളെ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ റീസൺ അങ്കിൾ പറയാം. അങ്ങനെയൊക്കെ നമ്മൾ അതിനെ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മളതിനെ സെൽഫ് ജസ്റ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ ദൈവത്തിൽ നമ്മൾ അകലാൻ നമ്മൾ കാരണം ആയിത്തീരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതിൻ്റെ കാരണം എന്നറിയാമോ? ഈ റൈച്ചസ്നെസ് പോയത് കൊണ്ടാണ്.
അപ്പം ഇവിടെ ആദമിനോട് ചോദിച്ചു, ആദമേ നീ തിന്നോ, ആപ്പിൾ തിന്നോ? ഉടനെ ആദം എന്തോ പറഞ്ഞതെന്നറിയാമോ? തിന്നെന്നല്ല പറഞ്ഞത്. പുള്ളി ഉടനെ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഇമ്മീഡിയറ്റ്, ചിലർ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഈ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ വരുന്നത്. പുള്ളി ഇമ്മീഡിയറ്റ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ പറയാം, എന്നോടുകൂടി ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു. ദ വുമൺ യു പുട്ട് ഹിയർ വിത്ത് മീ. അപ്പൊ ആരാ ഇവിടെ കുറ്റക്കാരനായത്? ആരാ കുറ്റക്കാരനായത്? ആരാ മോനെ മുറുക്കെ പറഞ്ഞു? അല്ല, ഇവിടെ പുള്ളി ആദം ആരെയാ കുറ്റം പറയുന്നത്? ദൈവത്തെയാ കുറ്റം പറയുന്നത്. കണ്ടോ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ? കണ്ടോ എന്തുകൊണ്ടാണ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ വന്നതെന്നറിയാമോ? ഹി ലോസ് ദ റൈച്ചസ്നസ്. ആ യഥാർത്ഥമായിട്ട് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത, ആ ദേഹിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത പാപം നിമിത്തം ആ റൈച്ചസ്നസ് ലോസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടേ പിന്നെ സകലതും അവൻ്റെ ജീവിതത്തിൽ ചേഞ്ച് ഓഫ് ദ മെൻറ്റാലിറ്റി, അവൻ്റെ മാറ്റങ്ങൾ വരാനിടയായി തീർന്നു. അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. അവൻ പിന്നെ മറ്റുള്ളവരെ എല്ലാം കുറ്റം പറയുന്ന സ്വഭാവമായി തീർന്നു. ഇവിടെ ദൈവത്തോട് പറയുക, എന്താ ചെയ്യാറിയാമോ? ടു ദ വുമൺ യു പുട്ട് ഹിയർ വിത്ത് മീ. നീ എനിക്ക് തന്ന ഈ സ്ത്രീയെ എന്ന് പറഞ്ഞാൽ, ഞാൻ ചുമ്മാതെ ഇവിടെ ഇരിക്കുകയായിരുന്നു, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ നീ എന്നെ ഓപ്പറേഷൻ ചെയ്ത് ഒരു സാന്ത്വനം എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് നീ നിന്നെന്ന്. ആരാ ചോദിക്കുക? ആദം ദൈവത്തോട് ചോദിക്കുന്ന. You put me, the woman you put me with me, the woman you put here with me. അങ്ങനെ ഈ കൊണ്ടിട്ട് എന്ന സാധനം ഞാൻ അത് ചെയ്യേണ്ടി വന്നു എന്നാ പറയാം. അപ്പം എന്താണെന്നറിയാമോ? ടു എക്സ്ക്യൂസ് അവർ മിസ്റ്റേക്സ് എന്ത് ചെയ്യുന്നറിയാമോ? ബ്ലെയിമിങ് അതേഴ്സ് ഓർ ബ്ലെയിമിങ് ദ സർക്കംസ്റ്റാൻസസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മിസ്റ്റേക്ക് കവർ ചെയ്യാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ള സർക്കംസ്റ്റാൻസസ് നമ്മൾ ബ്ലെയിം ചെയ്യും. അപ്പോൾ അത് എവിടുന്നാണ് വരുന്നത്? ബിക്കോസ് ഓഫ് ദ ലോസ്റ്റ് ഓഫ് ദ റൈച്ചസ്നസ്. അപ്പം നോക്കിയാട്ടെ, അപ്പം ഈ ഐഡിയ എവിടുന്ന് വന്നു നോക്കിയാട്ടെ? ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുക, നീ തന്ന അതേ സ്ത്രീ എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. അപ്പം നോക്കിയാട്ടെ, ഒന്നാമത്തെ തെളിവുണ്ടോ? ഇതെവിടുന്ന് വന്നു? അന്ന് വരെ ആദം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടായിട്ടൊന്നും വേദോസ്തത്തിൽ കാണുന്നില്ല. പക്ഷേ ഈ പാപം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞോണ്ടേ പിന്നെ എന്തായിത്തീർന്നു? ദേഹിയിൽ പാപം വന്നു കഴിഞ്ഞോണ്ട് എന്തായിത്തീർന്നു? സെൽഫ് റൈച്ചസ് വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇനിയും അടുത്ത ആളിനെ വിളിക്കുക. 3:13 വായിച്ചു. ഉൽപ്പത്തി 3:13. ദൈവം സ്ത്രീയോട്, നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. കണ്ടോ? ദ സർപ്പന്റ് ഡിസീവ്ഡ് മീ. ലോകത്തിൽ ആദ്യമായിട്ട് ഡിസീവ്നെസ് എന്നുള്ള ഒരു വാക്ക് അവിടെ വരുവാനിടയായി തീർന്നു. വഞ്ചന. എന്താ ഡിസീവ്നെസ് മലയാളം വേർഡ്? വഞ്ചന. പറയത്തില്ല, എന്നെ വഞ്ചിച്ചു, എന്നെ വഞ്ചിച്ചു, എന്നെ അവൻ വഞ്ചിച്ചു, എന്നെ അവൾ വഞ്ചിച്ചു, അവൾ എന്നെ വഞ്ചിച്ചു. കണ്ടോ? വഞ്ചന ലോകത്തിൽ വരാനിടയായി തീർന്നു. കണ്ടോ? ഇവിടെ തുടങ്ങിയ നിസ്സാര കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു ആപ്പിൾ തിന്നതേ ഉള്ളൂ കാര്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെ വഞ്ചനയുടെ ശക്തി ഇപ്പം ലോകത്തിൽ കൂടിയിരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഞ്ചന, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ തമ്മിൽ വഞ്ചന, എല്ലായിടും വഞ്ചനയുടെ ആ ഒരു മാറ്റം ഉണ്ടാകാനിടയായി തീർന്നു. ഇവിടെ നിങ്ങളെ ഒരു കാര്യം കൂടെ അങ്ങൾ പറയാൻ വേണ്ടി പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് അറിയാമോ? ഈ എപ്പോഴും നമ്മൾ ഓർത്തോണം, അവർ സോൾ ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഡിസീവ്നെസ്സസ്. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഡിസീവ്നെസ്. ഈ വഞ്ചനയുടെ ഒരു എൻവയറമെൻറ്റിനകത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ എന്താ വാട്ട് യു മീൻ ബൈ ഡിസീവ്നെസ്? ഡിസീവ്നെസ് മീൻസ് വഞ്ചന എന്നുള്ള മീൻ അറിയാമോ? അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. അതായത് തിങ്സ് ഓർഡറിൽ നിന്നും ഡിസോർഡറിലേക്ക് ഫോഴ്സ് ചെയ്യുന്ന ഒരു എൻവയറമെൻറ്റ്. ഓർഡറിൽ നിന്നും ഡിസോർഡറിലേക്ക് ഫോഴ്സ് ചെയ്യുന്ന ഒരു എൻവയറമെൻറ്റ്. ഒരു കാര്യം നമുക്ക് ഓർഡറിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്പം പണിപ്പെടണം, അല്ലേ? അല്പം പണിപ്പെട്ടെങ്കിൽ മാത്രമേ അത് ഓർഡറിലായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പോട്ട് വൃത്തിയായിട്ട് ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ കാർപ്പറ്റ് നൂർക്കണം, നല്ലപോലെ വിരിക്കണം. വിരിച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം അവിടെയെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യണം? വാക്വം ചെയ്ത് വൃത്തിയാക്കി ഇടുമ്പോഴേ എന്തായത് ഓർഡറിലായി തീരത്തുള്ളൂ. അതേസമയം ഇത് ഡിസോർഡറിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, നോ എഫർട്ട് അറ്റ് ഓൾ. അപ്പം ഡിസോർഡർ ആകാൻ എന്തോ ആവശ്യമില്ല? എഫർട്ട് ആവശ്യമില്ല. എന്തോ ആവശ്യമില്ല? ഓർഡറിലാകാൻ എന്തോ ആവശ്യമുണ്ട്? എഫർട്ട് ആവശ്യമുണ്ട്. എന്താ എഫർട്ട്? സ്കൂളിൽ ഫസ്റ്റ് മേടിക്കണമെങ്കിൽ രാത്രിയിൽ 12 മണി വരെ ഇന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചേ പറ്റത്തുള്ളൂ.
അപ്പോൾ അതിന് യു ഹാവ് ടു പേ സംതിങ്. അതിന് നമ്മളൊരു എന്തെങ്കിലും നമ്മളതിന് വില കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു നമ്മളതിന് പേ ചെയ്യണം. സ്കൂളിൽ പോവുകയും വേണ്ട, എനിക്ക് സ്കൂളിൽ പോയാൽ 0 കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ എന്തെങ്കിലും ചെയ്യണം? സുഖമായിട്ട് ബ്ലാങ്കറ്റിന് അടിയിൽ ഇരുന്നിട്ട് പിന്നെ മൊബൈൽ കണ്ടാൽ പോലെ. അപ്പോൾ ഡിസോർഡറിന് എന്തുകൊണ്ട്? നോ എഫേർട്ട്. ഓർഡറിന് എന്തുകൊണ്ട്? എഫേർട്ട് ചെയ്യണം. അതായത് അങ്ങനെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ നിങ്ങൾ വീട്ടിൽ ഉച്ചയ്ക്ക് വരുമ്പോൾ മമ്മിയും എനിക്ക് വെള്ളം താട്ട് ഐസ് എടുത്തിട്ട് ഐസ് ക്യൂബ് ഉണ്ടാകാൻ പറയും. അപ്പോൾ ഐസ് ക്യൂബ് മമ്മി ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യണം? മമ്മി ആ ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് മിനിമം 6 hours വേണമായിരിക്കും അല്ലേ? എനിക്കറിയത്തില്ല, കറക്റ്റ് ചെയ്യണേ. മിനിമം വേണമായിരിക്കും 6 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെങ്കിൽ മാത്രമേ ഐസ് ആകത്തുള്ളൂ. അപ്പോൾ എന്തുണ്ടായിത്തീർന്നു? ആ ഓർഡറിന് എന്തുണ്ടായിത്തീർന്നു? ഒരു എഫേർട്ട് ഉണ്ടായി. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾ, നിങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. നിങ്ങൾക്ക് ഓർഡറിൽ പോകണം. യു ഹാവ് ടു ഡു സം എഫേർട്ട്. ലേസ്നെസ് പറ്റത്തില്ല, മടി പറ്റത്തില്ല. അല്ലെങ്കിൽ ഇന്ന് ചെയ്യാവുന്നുള്ളത് പറയാവുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ അങ്ങ് ചെയ്യണം. നാളത്തേക്ക് മാറ്റി വെക്കല്ലേ. ഹോംവർക്ക് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യണം, നാളത്തേക്ക് മാറ്റി വെക്കല്ല. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വരുമ്പോഴാണ് നിങ്ങൾ ആ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. മറ്റേ മെൻറ്റാലിറ്റി ആരുമായിട്ടെന്നറിയാം? ആ പുള്ളിക്കാരൻ്റെ മെൻറ്റാലിറ്റിയാണ്, പാമ്പിൻ്റെ മെൻറ്റാലിറ്റിയാണ്. ഡിസോർഡറായിട്ട് കിടക്കുക. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വസ്ത്രമെല്ലാം പാൻ്റ് ഒരിടത്തും ഉടുപ്പ് ഒരിടത്തും സോക്സ് ഒരിടത്തും ഒക്കെ ഇടുന്നത് എല്ലാം എവിടുന്ന് വരുന്നതാണ് ഇതെല്ലാം. അതേസമയം വന്ന് എല്ലാം ഊരിയിട്ട് ഒക്കെ ഇടുമ്പോൾ അത് എവിടുന്ന് വരും? കമ്പയർ ചെയ്തോണം, നിങ്ങൾ പറയുന്നത് ഓർത്തോണം. പ്രൈസ്. അപ്പോൾ അടുത്ത് ഇന്നും തൊട്ട് വെച്ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എല്ലാം ഹാങ്കറെ തൂക്കിയിട്ട് പാൻറ്റ് മടക്കിയിട്ട് ഷൂ എടുത്ത് റാക്കെ വെച്ച് മമ്മയുടെ ഷൂ എടുത്ത് റാക്കെ വെച്ച് കഴിയുമ്പോൾ എവിടുന്ന് വരും? ഒരു എഫർട്ടിലേക്ക് വരും. ആ എഫർട്ട് എവിടുന്ന് വരുന്ന? ദ വിഷ് ഓഫ് ദ ഗോഡ്, ദൈവത്തിൻ്റെ വിഷിൽ വരുന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾക്കൊരു ഓർഡറിൽ പോകണം. നിങ്ങൾക്ക് എന്താ ചെയ്യണം? എഫേർട്ട് ചെയ്യണം. ഇനി ഇതേ ഐസ് ക്യൂബ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്കിത് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. മമ്മി ഒരു ഐസ് ക്യൂബ് ഇങ്ങനെ ഇട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നിൽ 5 മിനിറ്റ് വെളി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചൂടത്തെ വെളിയിലോട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ വിതിൻ നോ ടൈം ഇറ്റ് ബിക്കെയിം എ വാട്ടർ. മനസ്സിലായോ? അപ്പോൾ ഡിസോർഡറിന് വേണ്ടിയിട്ട് നോ എഫർട്ട് അറ്റ് ഓൾ. അപ്പോൾ എന്തായിത്തീരും? നിങ്ങൾ 0 ആയിത്തീരും. പക്ഷേ ഈ എഫേർട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഓർഡറിലേക്ക് നിങ്ങൾ വരുമ്പോൾ എന്തായിത്തീരറിയാമോ? നിങ്ങളുടെ കോൺഷ്യസ് എഫേർട്ട്, അതിനാ പറയുന്നത് കോൺഷ്യസ് എഫേർട്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ വാക്കിനർത്ഥം കോൺഷ്യസ് എഫേർട്ട്. മനസ്സാക്ഷിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രവർത്തനത്തിലൂടെ ഒരുങ്ങുന്നതായ ആ ഒരു എഫേർട്ടാണ് കോൺഷ്യസ് എഫേർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ആ തിയറി പറയുന്നത് പറഞ്ഞാൽ ദ ലോ ഓഫ് എൻട്രോപ്പി ആൻഡ് ദ കോൺഷ്യസ് എഫേർട്ട് എന്ന് പറയുന്നത് രണ്ട് ഫൈറ്റുകളാണ്. ദ ലോ ഓഫ് എൻട്രോപ്പി ആൻഡ് ദ കോൺഷ്യസ് എഫേർട്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഭൂമിക്ക് എന്തോ ഉണ്ട്? ഒരു സെൻട്രൽ ഗ്രാവിറ്റി ഉണ്ട് അല്ലേ? എന്തോ അതിന് മലയാളത്തിൽ ഞങ്ങൾ പറയും ഗുരുത്വാകർഷണം എന്ന് പറയും. എല്ലാത്തിനെയും ഭൂമിയിലേക്ക് ആകർഷിക്കും. നമ്മൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഭൂമിയിലേക്ക് വരുന്നതിന് താഴോട്ട് വരുന്നതിൻ്റെ കാര്യം? ഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ തേങ്ങ ചിലപ്പോൾ ആകാശത്തിൽ നിന്നേനെ, പിന്നെ നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആപ്പിൾ വീണപ്പോൾ എങ്ങനെ പുള്ളിക്കാരൻ ഐസക് ന്യൂട്ടൻ എന്താ ചെയ്തത്? ഈ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചപ്പം പുള്ളി നോക്കിയപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ തിയറി പുള്ളി കണ്ടുപിടിച്ചു. അപ്പോൾ നോക്കിയായിട്ട് ആപ്പിൾ വീണത് കൊണ്ടാണ് പുള്ളി ഇത് കണ്ടുപിടിച്ചത്. ആപ്പിൾ വീണില്ലായിരുന്നെങ്കിലോ? അപ്പം എന്തോ ഇതിനൊരു സെൻട്രൽ ഗ്രാവിറ്റി പവർ ഉണ്ട് ഇല്ലേ? നമ്മളെല്ലാവരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ്. 500 പേരും 600 പേരുമുള്ള ഫ്ലൈറ്റുണ്ട്, 220 പേര് ഫ്ലൈറ്റും. 40 കിലോയെ നമുക്ക് അലവിടുന്നെങ്കിൽ നമ്മളത് 55 കിലോ ആക്കി പിന്നെ അവിടെ പോയി വാർക്ക് ചെയ്താണ്ട് കയ്യും കാലും പിടിച്ച് ആരെങ്കിലുമൊക്കെ പിടിച്ച് കയറ്റിക്കൊണ്ട് പോകുന്ന ലഗേജും എല്ലാം കൂടെ കയറ്റിക്കൊണ്ട് നമ്മളിങ്ങനെ പോകുന്ന ഒരു യാത്രയൊക്കെ നമ്മൾ ചെയ്യത്തില്ല. എപ്പോഴും ഇത്രയും യാത്ര ചെയ്തിട്ട് അങ്കിളിന് ഇതേ അനുഭവം എപ്പോഴും. പ്രൈസ് കിലോ അങ്ങോട്ട് പൂർത്തീകരിക്കത്തില്ല, എന്താണെന്നറിയത്തില്ല, എന്തായാലും കിലോ പൂർത്തീകരിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യാത്ര ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഭൂമിക്ക് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞേ. നിങ്ങളൊന്ന് ഉച്ചത്തിലൊന്ന് പറയും. ഇപ്പോൾ ബോയ്സ് എന്ന് പറഞ്ഞേ. നിങ്ങളൊന്ന് ഉന്മേഷത്തോടിരി. അങ്കിളിനോട് ദേഷ്യമാണ്. മമ്മി ആൻറ്റി കാപ്പി തരും. അപ്പോൾ എന്തോ ഉണ്ട്? ഒരു സെൻട്രൽ ഗ്രാവിറ്റി ഇല്ലേ? ഈ ഗ്രാവിറ്റി എന്താ ചെയ്യുന്നത്? താഴോട്ട് വലിക്കുക ചെയ്യുന്നത് ഇല്ലേ? പക്ഷേ ഒരു ഫ്ലൈറ്റ് റേസ് ചെയ്യണമെങ്കിൽ ഈ ഗ്രാവിറ്റിയെക്കാട്ടിലും പവറുള്ള മറ്റൊരു ഗ്രാവിറ്റി ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഫ്ലൈറ്റ് മേളിലോട്ട് പൊങ്ങത്തുള്ളൂ. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് റൈറ്റ് തിങ് എന്ന് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഡു സോ മെനി എഫേർട്സ്. വലിയ കാര്യങ്ങൾ വൻ കാര്യങ്ങൾ നിങ്ങളുടെ ലെവലിനെക്കാട്ടിലും നിങ്ങൾക്ക് പറ്റാത്ത പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൊങ്ങാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളെ താഴോട്ട് വലിക്കും. മനസ്സിലായോ?
അതിന് എപ്പോഴും നിങ്ങൾ ആ തിയറി നിങ്ങൾ മറക്കല്ല. ആ തിയറിയുടെ പേരാണ് ഞങ്ങൾ ഒന്നുകൂടെ പറയണമെന്ന് എഴുതിക്കോ. ഇത് ലോ ഓഫ് എൻട്രോപ്പി, ENDROPY, ആൻഡ് ദ കോൺഷ്യസ് എഫേർട്ട്. ഇത് രണ്ടും, ഈ കോൺഷ്യസ് എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ട് യഥാർത്ഥമായിട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് സാധ്യമായിട്ടുള്ളൂ. അപ്പം ഈ ഡിസോർഡർ ഫോഴ്സിനെ ഒരു എനർജി മൂലം നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ഫോഴ്സിലാക്കണം. അതുകൊണ്ട് ആ റിസൾട്ട് കിട്ടുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. അതെ, ജോയലിന് എല്ലാ സബ്ജക്റ്റിനും A+. എന്താ കാരണം? ഒരു എഫേർട്ട് ഉണ്ടായി. എന്താ എഫേർട്ട്? എല്ലാ ദിവസവും കുത്തിയിരുന്ന് പഠിച്ച് ആ ഒരു എഫേർട്ട് ഉണ്ടാക്കിയത് കൊണ്ട് എന്തായിട്ടെന്നറിയാമോ? ഈ ഗുരുത്വാകർഷണത്തിനെക്കാട്ടിലും ഈ സെൻട്രൽ ഗ്രാവിറ്റിയെക്കാട്ടിലും മറ്റൊരു ഗ്രാവിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചർച്ച്. നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന അനുഭവമാണ്. നിങ്ങളുടെ സൺഡേ സ്കൂള്, നിങ്ങളുടെ ചർച്ച്, നിങ്ങളുടെ അങ്കിള്, നിങ്ങളുടെ പാസ്റ്റർ, നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നറിയാമോ? അപ്പം നിങ്ങളെ ഇവിടെ നമ്മൾ ഓർത്തോണം, നമ്മുടെ ദേഹിയിലായി സംഭവിച്ചിരിക്കുന്ന പ്രാണനിൽ എന്താണ് സംഭവിച്ചു? പാപം നിമിത്തം എന്തുണ്ടായി തീർന്നു? പ്രാണനിൽ നമ്മുടെ ഈ പാപം വന്നതിന് നിമിത്തം എന്തായാലും കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ എന്താ ദൈവത്തിൻ്റെ നീതി, ഗോഡ്സ് റൈച്ചസ് ലോസ് ദ റൈറ്റ്നസ് ഓഫ് ദ ഗോഡ് ആൻഡ് വി ഫൈൻഡ് എ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. നമ്മൾ സ്വയം നീതീകരിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. അത് എവിടുന്നാണ് സംഭവിച്ചത്? നമ്മുടെ ഹൃദയത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇത് ദാവീദിനെ പറ്റി ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. ദാവീദിനെ പറ്റി കർത്താവ് യഹോവയായ ദൈവം പറയുന്നത്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള ഉണ്ടോ? അവൻ എൻ്റെ. അപ്പം മനുഷ്യനങ്ങനെ അപ്പം ദൈവത്തിന് ഹൃദയപ്രകാരം ജീവിക്കാം. അപ്പം നിങ്ങൾ ചോദിക്കുക, അങ്കിളങ്ങ് ജീവിച്ചുകൂടെ? എന്നില്ലേ? ശരിയാ, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കണ്ടോ? അപ്പോൾ ഈ മനുഷ്യന് എന്തോ ഉണ്ടായെന്നറിയാമോ? ഈ ഹൃദയപ്രകാരമുള്ള മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ വലിയൊരു പാപം ചെയ്തു. ആ പാപത്തെപ്പറ്റി എല്ലാം നിങ്ങൾക്കറിയാം. ആ പാപത്തോട് ചേർന്ന് കണ്ടിന്യൂസ് ആയിട്ട് പാപങ്ങൾ കടന്നു വന്നു. ഒരു മിസ്റ്റേക്ക്, രണ്ടാമത്തെ മിസ്റ്റേക്ക്, മൂന്നാമത്തെ മിസ്റ്റേക്ക്, നാലാമത്തെ മിസ്റ്റേക്ക്, അതിനെക്കാട്ടും വലിയ മിസ്റ്റേക്ക്. ഒരൊറ്റ സിൻ. അയിലുണ്ടായൊരു നോട്ടം, കണ്ണിലുണ്ടായൊരു നോട്ടം, ദേഹത്ത് വന്ന കണ്ണിലൂടെ പാപം ചെന്ന ഒരു നോട്ടം വന്നപ്പോൾ ആ ഭക്തനായ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ അവൻ പാപം ചെയ്തു. ഒരു പാപത്തിന് വേണ്ടി അവൻ ചേർന്ന് പിന്നെ 3, 4 പാപം ചേർത്ത് ചെയ്ത് വലിയൊരു പാപിയുടെ ഉടമസ്ഥനായി തീർന്നു. അപ്പോൾ ആരായിരുന്നു ഇയാൾ? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ റിസൾട്ട് എന്താണെന്നറിയാമോ? അത് അങ്കിൾ പറയാൻ വേണ്ടി പറയുന്നത്. ഇവിടെ ആദം എന്താ ചെയ്തത്? ഈവ് എന്താ ചെയ്തത്? അവർ സെൽഫ് ഡിഫൈൻ ചെയ്തു, സെൽഫ് ജസ്റ്റിഫൈ ചെയ്തു, ഇല്ലേ? സ്വയം നീതീകരണം കണ്ടുപിടിച്ചു, സ്വയം ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി അവരിടയായി തീർന്നു. പക്ഷെ ദാവീദ് അതല്ല ചെയ്തത്. ദാവീദ് പറഞ്ഞു, ആ നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞിട്ടു ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദാവീദ് നെടുമ്പാടെ വീണ് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. കണ്ടോ? ഹൃദയപ്രകാരമുള്ള മനുഷ്യന് വന്ന അനുഭവമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ മിസ്റ്റേക്ക് വരുമ്പോൾ ദൈവത്തോട് നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തോട് ഏറ്റുപറയണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയണം. മക്കളെ, മോനെ, അടുത്ത വർഷം കഴിയുമ്പോൾ നീ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക. നീ വേദ കോഴ്സ് എടുത്ത് അവിടെ നിന്നെ there are lot of the different kinds of the children's were there. അവിടെ ഒരുപാട് പിള്ളേരുണ്ട്. അവരുടെ നടുവിൽ നിന്നെ സ്വർഗം കാണുന്ന, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ സ്വർഗം കാണുന്ന അറിയാമോ? ഒരു ഷൈനി സ്റ്റാറായിട്ടായിരിക്കും സ്വർഗം നിന്നെ കാണുന്നത്. അപ്പം നിങ്ങൾ എന്തായിത്തീരണം? അവരുടെ നടുവിൽ നിങ്ങൾ ഒരു സെപ്പറേറ്റ് ആയിട്ടിരിക്കാൻ ഇടയായിത്തീരണം. ദാവീദിൻ്റെ ആ ഹൃദയപ്രകാരമുള്ള ദാവീദിൻ്റെ ജീവിതത്തിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞപ്പോൾ ദാവീദ് എന്തെന്നറിയാമോ? പ്രൈസ് ലോർഡ്. ദാവീദ് നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞു, രാജാവ് ദാവീദ് വേണമെങ്കിൽ നാഥാൻ പ്രവാചകനെ ആളെ വിളിച്ചിട്ട് പറയാം, ഒരു തൻ്റെ സേവകരെ വിളിച്ചിട്ട് പറയാം, നാഥാൻ പ്രവാചകന്റെ തല വെട്ടിയവരെ എന്ന് വേണമെങ്കിൽ പറയാൻ അധികാരമുള്ളവനായിരുന്നു ദാവീദ്. ആ അതോറിറ്റി എന്ന ആരെ? കിങ്ങ, രാജാവാ. ആ രാജാവിൻ്റെ അടുക്ക പോയി പറയുന്ന പ്രവാചകന്മാരെന്നുണ്ടായിരുന്നു. അവർ മുഖം നോക്കാതെ കാര്യം പറയുന്നവരായിരുന്നു. അവർ പറഞ്ഞു, ആ ദുഷ്ടമനുഷ്യൻ നീ തന്നെ, ആ തെറ്റ് ചെയ്തത് നീ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നെടുമ്പാട് വീണ് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. കണ്ടോ? ഇതേ മെന്റാലിറ്റി ഉള്ള ദാവീദാ. ഈ ആദമും ഈവന്റെയും നമ്മളിലൊക്കെ ഉള്ള മെന്റാലിറ്റി ഉള്ള ദാവീദാ ഇത്. ഈ ദാവീദ് അവിടെ എന്തായി തീർന്നു? ദാവീദ് റെപ്പന്റ് ചെയ്യുവാനിടയായി തീർന്നു, അനുദപിക്കുവാനിടയായി തീർന്നു. അപ്പൊ മിസ്റ്റേക്ക് വന്നാൽ എന്തായി തീരണം? അനുദപിക്കണം. മിസ്റ്റേക്ക് എവിടുന്നാ വരുന്നത്? ദേഹിയിൽ വരുന്ന, കണ്ണിൽ വന്ന, ദേഹിയിൽ വന്ന ആ കാഴ്ച വന്നപ്പോൾ സംഭവിച്ച ആ റൈറ്റസ്നെസ്, നീതി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ പിന്നുണ്ടായ മിസ്റ്റേക്കാണിത് കാണുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രോവർബ് പറഞ്ഞ് ഞങ്ങൾ നിർത്താൻ വേണ്ടി പോവുകയാണ്. ദ ഫിസിക്കൽ ഒബീഡിയൻസ് വേണമെങ്കിൽ എഴുതിക്കോ. ദ ഫിസിക്കൽ ഒബീഡിയൻസ് വിൽ ബ്രിങ് the spiritual release
and blessing and favor. The physical obedience will bring spiritual release, blessing and favor. Physical obedience, നമ്മൾ കാണുന്ന ചെറിയാതെ പറയാവുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മിസ്റ്റേക്കുകൾ, അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിത്തറിയാമോ? ദ സ്പിരിച്വൽ റിലീസ്, സ്പിരിച്വലായ സന്തോഷം ഉണ്ടാകുവാനിടയായിത്തീരും, ബ്ലെസ്സിങ് ഉണ്ടാകുവാനിടയായിത്തീരും, ദൈവ ഫേവർ ഉണ്ടാകുവാനിടയായിത്തീരും. Okay, the physical obedience will bring you the spiritual release and the blessings and the favor. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തട്ടെ എന്ന് ഞാൻ ആമുഖമായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറയുക. അപ്പോൾ ദേഹം, ദേഹി, ദ ബോഡി, സോൾ, ഇനി ആത്മാവുണ്ട്. അടുത്ത ദിവസം കർത്താവ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ആത്മാവിനെ പറ്റി ചിന്തിക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർഡർ ആൻഡ് ഡിസോർഡർ മറന്നു പോകല്ലേ, എഫേർട്ട് മറന്നു പോകല്ലേ, ദ സെൻട്രൽ ഗ്രാവിറ്റി മറന്നു പോകല്ലേ. സെൻട്രൽ ഗ്രാവിറ്റിയെ ഓവർകം ചെയ്യാൻ മറ്റ് ഗ്രാവിറ്റി നിങ്ങൾ എഫേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്.